ഹലോ മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ജയ്പൂരിൽ രാജസ്ഥാനിലെ 4ാമത്തെ ദിവസമാണ്. ആ ദിവസത്തെ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ആൽബർട്ട് ഹാളിലേക്കാണ്, മ്യൂസിയം ഹാൾ. അതിനു മുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഇങ്ങോട്ട് എത്തിയതൊന്നും കണ്ടിട്ട് വരും. അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റപ്പ് ആകട്ടെ. നമുക്ക് ഇന്നത്തെ ജയ്പൂരിലുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം. നമുക്ക് പുട്ടാണ് പുട്ട്, ചെറുപയർ കറി, ബ്രെഡ്, മുട്ട, പഴം. പ്രോട്ടീൻ കമ്മിയില്ലല്ലേ? അപ്പോൾ ഇതാണ് രാവിലത്തെ ഫുഡ്. ചെറുപയർ കിട്ടും, 2 ബ്രെഡ് കിട്ടും, ഒരു മുട്ട കിട്ടോ, പഴം. ഞാൻ വരാം, നിങ്ങൾക്ക് ചാടി തരും മുട്ട. മുട്ട പോയി. ഇതാണ് നമ്മളെ ഗൈസ്, ഇതാണ് ഞാൻ ഇന്നലെ ഇവിടെ ജയ്പൂർ രാജസ്ഥാനിൽ താമസിച്ച ഹോട്ടൽ ഗിഡ്സ്. ഈ ഹോട്ടലിൽ എന്താ പ്രശ്നം, കണ്ട അടിപൊളി സെറ്റപ്പ് തോന്നുമെങ്കിലും ഒരു പഴയ ഇതാണ് റൂമൊക്കെ എത്തിയത്. കാരണം ചിലർക്ക് നല്ലതായിരുന്നു, ചിലർക്ക് കുഴപ്പമില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കുഴപ്പമില്ല ഇനി. കാരണം നമുക്കിതൊക്കെ എന്താ, എനിക്ക് നല്ല റൂം, നല്ല ബാത്റൂം ഒന്നും കുഴപ്പമില്ലാതെ കിട്ടി. പക്ഷെ ചിലർക്ക് ചില റൂമുകൾ വൻ ഷോക്കായിരുന്നു. ഷാജഹാൻ ഖാന്റെ അഭിപ്രായം ചോദിക്കാം. ഷാജഹാൻ ഖാ, എങ്ങനെയുണ്ടായി ഇന്നലത്തെ താമസം? അതെ, ഒരു 50-50 അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ. അപ്പോൾ ഇതിലേക്ക് വരുന്നവർ നോക്കിക്കൊണ്ട് വരിക എന്ന് വല്ല പ്രശ്നങ്ങളൊന്നുമില്ല. ചിലർക്ക് പ്രശ്നങ്ങളും ചിലർക്ക് കുഴപ്പമില്ല. അതാണ് പിന്നെ ഫോറിനേഴ്സിന് വൺ സെറ്റപ്പിലേ കൊടുക്കുള്ളൂ. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ബസ്സിലേക്ക് കയറുകയാണ്. നമ്മൾ ബസ്സിലേക്ക് കയറുകയാണ്. നമ്മുടെ ഒപ്പല്ലവരെല്ലാം റെഡിയാണ്. സെറ്റല്ലേ? ഹലോ. അപ്പോൾ നമ്മളെ വിശാലമായ ബാക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ബാക്കി കാഴ്ചകളായിട്ട് വരാം. അപ്പോൾ ഗൈസ്, നിങ്ങളതെല്ലാം കണ്ടിട്ട് വന്നില്ലേ? ഇപ്പം നമ്മളുള്ളത് ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലാണ്. റാംനിവാസ് ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം 1887 പണി കഴിപ്പിച്ചത്. സാധു ഹവായി സിംഗ് ആണ് ഇതിൻ്റെ സിസ്റ്റാവ്. ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞാൽ സാമുവൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. മൈ ടിക്കറ്റ് ഓക്കെ. ഞാൻ ഒരപ്പല്ലതാ ഉഷാർ ടോപ്പ്. ഓക്കെ, സെക്യൂരിറ്റി. അപ്പോൾ ഇതിൻ്റെ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഞാൻ മലപ്പുറം, കോട്ടയം. ഓക്കെ, ഒരിക്കലൊക്കെ പോവാം. അപ്പോൾ നമ്മളെ മലയാളികളെ കണ്ടിട്ടുണ്ട്. കോട്ടയംകാരാണ്. കോട്ടയം കാണാം. ഓക്കെ, അപ്പോൾ നല്ല കിടിലൻ ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ദുപ്പട്ട വാലി കണ്ടില്ലേ? ഇതാണ് ആൽബർട്ട് ഹാളിൻ്റെ ആ ചരിത്രം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ? സോജി മാധു സിംഗ് ആണ് തോമസ് ആൽബർട്ട് മ്യൂസിയത്തിൻ്റെ സിസ്റ്റാവ്. അതാണ് ഇതിൽ പറയണത്. നിങ്ങൾ പൗസ് ചെയ്തൊന്ന് വായിച്ചു നോക്കി. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിരവധി കാർപ്പറ്റുകളുണ്ട്. കാർപ്പറ്റ്സ് ഇങ്ങനെ കാർപ്പറ്റുകൾ അടങ്ങിയ പഴയകാല കാർപ്പറ്റുകൾ
അവിടെ നമ്മളെ കൂടെ വന്നവരുടെ സാധു മാധു സവായ് സിംഗ് മനസ്സിലായോ? സൗദി സവായ് സിംഗ് ചരിത്രം പഠിച്ചിരിക്കണം സ്ഥലത്ത് വരുമ്പോൾ. ഇതിൻ്റെ ഉള്ളിൽ അധികം കാർപ്പറ്റുകൾ, പെയിന്റിങ്ങുകൾ, പിന്നെ ഒരു ഈജിപ്തൻ മമ്മി അടങ്ങിയ കാഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളിൽ. ലോവർ സെക്ഷൻ ഉണ്ട്, ഈജിപ്തിന് മമ്മി ഉണ്ട്. അത് ചാറ്റ് GPT പറഞ്ഞോ? അല്ല, അപ്പൊ ഞാൻ അവിടുന്നപ്പോ ഈ ചരിത്രം പഠിക്കണം. പോട്ടറി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. പഴയകാല കളക്ഷൻസ് ഇവിടെ ഇങ്ങനെ അവൈലബിൾ ആണ്. ജയ്പൂരിന്റെ ആ രാജകുട ഏത് ചായക്കപ്പ്? അതെ, ചായക്കപ്പ്. കപ്പ് ആൻഡ് സോസർ. Hala Singh, where Sindh was now part Pakistan, the site of civilization and cultural blooms, several millennia in the subcontinent and gave rise to the Indus Valley civilization around 5000 BC. ഇതാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ എന്ന് പറയുന്നത്. ചരിത്രം ഉണങ്ങുന്ന ജയ്പൂരിലേക്ക് എന്നാണ് ക്യാപ്ഷൻ കിട്ടി. ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ പുതിയ പാത്രങ്ങളുമാതിരി തോന്നുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പുതിയതല്ല. ഇതൊക്കെ പഴയ ജയ്പൂർ കാലഘട്ടത്തിലെ പഴയ 1850 നിർമ്മിതികളാണ് ഇതൊക്കെ. കണ്ട പുതിയതായി നല്ല മെയിൻറ്റെയിൻസ് ചെയ്ത് വെക്കേണ്ടി വരും ഇല്ല ഡോക്ടറെ? ഇതിൽ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? കണ്ട പുതിയതാ തോന്നുന്നു, പക്ഷെ പുതിയതല്ല. അപ്പോൾ നമ്മുടെ ഇതൊക്കെ പോട്രീസ് ആണുള്ളത്. അടുത്ത ഇതിക്ക് പോയേക്കാം നമ്മൾ. ഒരിടത്തേക്കാണ് ആണ്ടോ, ഇവളാണ് യക്ഷി. 4th സെഞ്ച്വറിയിൽ വാരാണസിയിൽ ഉണ്ടായിരുന്ന യക്ഷിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇത് കാർത്തികേയ 8th സെഞ്ച്വറി AD ആൽബർട്ടല്ല ദൗസിയിൽ നിന്നിരുന്ന. ഇതാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ ഇതിൻ്റെ ഒപ്പമുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഗൈസ്. ഡോക്ടർ സാർ, ഇത് മാട്രിക പാനൽ 8th സെഞ്ച്വറി. ഇത് ബ്രഹ്മിണി ചാമുണ്ടി. ഏത്? കാന്താര 2 ഞാൻ കണ്ടിട്ടില്ല. ചാമുണ്ട അതാണ് ചാമുണ്ട. 9th to 10th സെഞ്ച്വറി AD രാവണ ബഗ്രു. ബ്രഹ്മിണീനെ കണ്ട് നമ്മൾ. ഇത് ശിവ 8th സെഞ്ച്വറി AD ബൻസി ഉദയ്പൂരിലുള്ള ശിവ. ഇതൊക്കെ ആ കാലഘട്ടം ജീവിച്ചിരുന്ന ആൾക്കാരാ ഇതൊക്കെ പുരാണങ്ങളിലുള്ളതാണല്ലേ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചു മനസ്സിലാക്കാണ്. പുരാണങ്ങൾ ഈ മൂത്രി എന്താണിത്? 400 വിഷ്ണു അതായത് 10th സെഞ്ച്വറി AD സാമ്പാർ ജയ്പൂർ. സാമ്പാർ ബ്ലാക്ക് സ്റ്റോൺ സ്കൾപ്ചർ വിഷ്ണു പ്രസവം ഹോളി ട്രേഡ്. ഇങ്ങനെ നിരവധി കൊത്തുപണികൾ നിർമ്മിതമായ ശില്പങ്ങളുണ്ട് ഇവിടെ. പുരാതന കാലത്തെ ഇവർ വിശ്വസിച്ചിരുന്ന ആളുകളുമുണ്ട്. ലക്ഷ്മി നാരായണ അമ്മേ നാരായണ. ബോധിധർമ്മനോ ബുദ്ധ ധരാ ജെയിൻ തിരന്തക്കർ മൂപ്പരാണത്. ഇതാണ് ഈ തലയില്ലാത്ത ആളാരാ? ഇതും ബുദ്ധക്ക് തലല്ലേ? ടോപ്പ് അയക്കണ്. അടുത്തത് നമ്മൾ കയറുന്നത് ആംസ് ആർമറി ഗാലറി. അതായത് ഇവിടെയുള്ള പടച്ചട്ടകൾ
വാള് പരിച തോക്കുണ്ടോ? ആ തോക്കുണ്ട്. ഏതാ തോക്ക്? പവർ ഹൗസ്. ഇവർ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ആയുധങ്ങളാണ് ഇതൊക്കെ. ആയുധ ശേഖരങ്ങൾ അടങ്ങിയ സാധനം. ഇത് കിരീടം, പ്ലേറ്റ്, റിംഗ്, ഹെൽമെറ്റ്. കിരീടമല്ല, സോറി ഗൈസ്, ഹെൽമെറ്റ്. അന്ന് ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റാണ്. കറക്റ്റ് കണ്ടോളി. ഹെൽമെറ്റ് ഇതാരാ? ഇതേത് ഈ പടയാളി? ഇതാണ് ഹെൽമെറ്റ് അയൺ ചെയിൻ മയിൽ. വയ്യ ഇതാരാ? ഹൂയിസ്? മനസ്സിലായി. ഹെൽമെറ്റ് അയൺ ചെയിൻ മെയിലോ? ദാറ്റ്സ് നെയിം. ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് അവരുപയോഗിച്ചിരുന്ന. അപ്പോൾ ഈ കാഴ്ചകളാണ്. ഇതിനുള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ കാഴ്ചകളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി നോക്കാം. ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ വൃത്തിക്കും മേക്കും കൊണ്ട് നടക്കുന്നുണ്ട്. സിറ്റിംഗ് സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ്. ആരവിടെ തുപ്പാൻ പോണേ? ഇവിടെ ഇതാണ് തോമസ് ഹലോബിൻ ഹെൻലി. മൂപ്പരാണ് ആള്. Remarkable Indian attached the Jaipur Darbar the 19th century was Dr. Thomas Halobian Henley, the resident surgeon who is the addition to medical responsibility dedicated himself with enthusiasm and vision to range of activities. Metrology of established industrial art museum in Jaipur. ഓക്കെ, ഇത് വായിച്ചു നോക്കിട്ടോ. സ്പൗസ് ചെയ്ത് വായിച്ചു നോക്കി കാര്യങ്ങൾ മനസ്സിലാവും. തോമസ് ഹാൽബിൻ ഹെൻലിയെ കുറിച്ച് അറിയാൻ ഇത് സ്കാൻ ചെയ്താൽ മതി. ഈ മ്യൂസിയത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മമ്മിയാണ്. മമ്മി ഇവൻ്റെ മമ്മിയല്ല, ഈ മമ്മി. ഇതാണ് മമ്മി. ഈ മമ്മിൻ്റെ എക്സ്റേ ആണത് കാണുന്നത്, ഫുൾ എക്സ്റേ. ഈ മമ്മീൻ്റെ ചരിത്രമാണ് ഈ കാണുന്നത്. 322 to 30 BC ജീവിച്ചിരുന്നൊരു മമ്മിയാണത്. മമ്മിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ QR കോഡ് സ്കാൻ ചെയ്യുക, മമ്മിയെക്കുറിച്ച് അറിയുക. ഓ മമ്മി, ദിസ് വേ ടു പ്ലീസ്. ഓക്കെ. ഇതിനുള്ള കാഴ്ചകൾ കാണിച്ചാൽ തീരില്ല, അത്രമാത്രം ഉണ്ട്. അപ്പോൾ ഇതിനായിട്ടൊരു എപ്പിസോഡ് തന്നെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ വരിക, കാണുക, ആസ്വദിക്കുക. കാരണം ചരിത്രപരമായ കാര്യങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർ വന്ന് തന്നെ കാണുക സമയം പോലെ. അത്രമാത്രമുണ്ട് ഇവിടെ കാണാൻ. ഇനിയൊരു നില കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചാൽ വെറുപ്പിക്കണില്ല. ഇത് എയ്ക്കൂടെ ഇപ്പം ഇതിൻ്റെ ഇത് അടിച്ചോനെ. ഞാനത് എക്സിറ്റ് ആയിക്കൂടെ. ഓക്കെ, ബാക്കി കാഴ്ചകൾ കാണാം. ഈ കാഴ്ച ഇവിടെ നിർത്താം, ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ആൽബർട്ട് ഹാൾ മ്യൂസിയം കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുള്ളത് സിറ്റി പാലസിലേക്കാണ്.